ദ വൈൽഡ് റോബോട്ട്. കഴിഞ്ഞ മാസം റിലീസായ സിനിമയാണ്. കഴിഞ്ഞ മാസം തന്നെ OTTയിലും റിലീസായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും തിയേറ്ററിൽ കളിക്കുന്നുണ്ട്. ഞാൻ OTT കണ്ടു കഴിഞ്ഞതിന് ശേഷം വെറുതെ വേറെ പടത്തിന് ബുക്ക് മൈ ഷോ എടുത്തപ്പോഴാണ് അതിൽ ഈ പടം കളിക്കുന്നത് കണ്ടത്. അതുകൊണ്ട് തിയേറ്ററിൽ മിസ്സായി പടം. ഇതൊരു സയൻസ് ഫിക്ഷൻ അഡ്വഞ്ചർ മൂവിയാണ്, ആനിമേഷൻ സിനിമയാണ്. ഇത് എന്തുകൊണ്ട് നിങ്ങൾ ഈ പടം കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, നിങ്ങൾ ഒന്ന് കണ്ടു നോക്ക്. കാരണം ഭയങ്കരമായിട്ട് ഇമോഷണലാവണ അല്ലെങ്കിൽ ഹാർട്ടിനെ ടച്ച് ചെയ്യണ ഒരു കഥയുള്ള സിനിമയാണ്. 3 ക്യാരക്ടേഴ്സാണ് ഇതിൽ മെയിൻ. ബാക്കി പിന്നെ ചുറ്റിനുള്ള വേറെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനം 3 ക്യാരക്ടേഴ്സാണ്. ഒന്ന് റോബോട്ടും, താറാവ്, പിന്നെ ഒരു ഫോക്സ്, ചെന്നായ. ഇവർ 3 ആണ് കേന്ദ്ര കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ. ആനിമേഷൻ സിനിമയാണ് എന്ന് കരുതിയിട്ട് കുട്ടികൾക്ക് മാത്രം കാണാനുള്ള സിനിമയാണെന്ന് വിചാരിച്ച് പോയി കാണരുത്. ആനിമേഷൻ സിനിമകളോട് താല്പര്യമുള്ള ആൾക്കാരുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല ഞാൻ ഈ സിനിമയെ കുറിച്ച്. അവർക്കറിയാം ഈ സിനിമ എന്താണെന്ന് കണ്ടവർക്ക് അറിയാൻ പറ്റും. ഞാൻ ആനിമേഷൻ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇപ്പോൾ ഇന്നത്തെ ജനറേഷൻ ആനിമേഷൻ സിനിമകളൊക്കെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പല സിനിമകളുടെ സ്റ്റോറികളും റീൽസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് കുട്ടികൾക്ക് വേണ്ട പടം എന്ന് ഞാൻ ഇനിയും എടുത്ത് പറയണമെന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നല്ലൊരു കഥയുള്ളൊരു സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പെട്ടപ്പെട്ട സീനുണ്ട് ഈ സിനിമയിലുണ്ട്. 2 മെയിൻ സീനുകളുണ്ട്. ആ സീൻ നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലാവും. ഭയങ്കരമായിട്ട് രോമം പോകുന്ന സീനുകളൊക്കെ ഉണ്ട്. ഇതിൽ മെയിനായിട്ട് പറയണത് സ്നേഹബന്ധമാണ്. സ്നേഹബന്ധത്തിനായിട്ടും അപ്പുറത്തേക്ക് ഒത്തൊരുമ, എല്ലാവരും തമ്മിലുള്ള ഒരു ഒത്തൊരുമ ഈ സിനിമയിൽ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് ഈ സിനിമയിൽ. പിന്നെ വിഷ്വൽ ട്രീറ്റാണ് ഈ സിനിമ. പക്ഷേ ചില വിഷ്വൽസ് എനിക്ക് കുറച്ചും കൂടി ബെറ്ററായി ചെയ്യായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ആനിമേഷൻ സിനിമകളായതുകൊണ്ടും അത് നമ്മുടെ എങ്ങനത്തെ വിഷം വേണമെങ്കിൽ നമുക്ക് അതിൽ ചെയ്യാനായിട്ട് പറ്റും ആനിമേഷനിൽ. അപ്പോൾ അതുകൊണ്ട് സിനിമോട്ടോഗ്രാഫിയുടെ കേസുകളൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കഥയ്ക്ക് ആപ്റ്റായിട്ടുള്ള ആനിമേഷനാണ് ഈ സിനിമയിൽ ചെയ്തേക്കുന്നത്. നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ചില ട്രാൻസിഷൻ ഉണ്ട്, അതൊന്നും എനിക്ക് അങ്ങോട്ട് പോരായ്മ ഫീൽ ചെയ്തു. എന്ന് വെച്ചാൽ ക്വാളിറ്റി കുറവ് നമുക്ക് ഫീൽ ചെയ്തു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് റോബോട്ടിൻ്റെ ക്യാരക്ടറാണ്. റോബോട്ടിൻ്റെ ഒരു സംഭവമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. നല്ല അടിപൊളി ക്യാരക്ടർ, പാവം തോന്നുന്ന ക്യാരക്ടറാണ്. പിന്നെ റോബോട്ടായതുകൊണ്ടും റോബോട്ടിന് ഒന്നിനൊരു പരിധികളില്ല. എന്ത് കാര്യത്തിനായാലും പരിധികളില്ല. അപ്പം അതുകൊണ്ട് ആ പരിധികൾ കടന്ന് പോയിട്ട് ചെയ്യണ കുറേ കാര്യങ്ങൾ അത് റോബോട്ടിന് തന്നെ കുറേ നെഗറ്റീവായിട്ട് ഇതൊക്കെ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു സിനിമയിൽ പിന്നെയെന്ന് പറയുമ്പോൾ എനിക്ക് കുറേ എടുത്ത് പറയണമെന്നുണ്ട്. പക്ഷേ സ്പോയിലർ അലർട്ടാവും. കാരണം ഒരു ഫ്രഷ് മൈൻഡിൽ നിങ്ങൾ ഇതിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ എടുത്ത് പറയേണ്ടത് BGM ബാക്ക്ഗ്രൗണ്ട് സ്കോർ സൂപ്പറായിട്ടുണ്ട്. നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഒരൊറ്റ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ഏറ്റവും നല്ല മെയിനായിട്ടുള്ളത്. അത് തന്നെയാണ് ക്ലൈമാക്സിലും പിന്നെ ഫസ്റ്റ് ഹാഫിലും ഉപയോഗിച്ചിട്ടുള്ളത്, പടം കഴിയണതിലും ഉപയോഗിച്ചിട്ടുള്ളത്. അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. തുടക്കം നല്ല രസമായിട്ടാണ് പോണത്, നല്ല അടിപൊളി രസമായിട്ടാണ് പോണത്. പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് സീരിയസ് ആയി, പിന്നെ ഇപ്പോൾ നല്ല രീതിയിൽ ഇമോഷനായി, പിന്നെ അതൊരു ഫീൽ ഗുഡായി മാറി പോണ രീതിയിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നിങ്ങൾ കണ്ടിരിക്കും സിനിമ, നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബോറടി ഉണ്ടാവില്ല ഈ സിനിമ കാണുമ്പോൾ. അതിപ്പോൾ കുട്ടികളായാലും ശരി, നമ്മുടെ പ്രായമുള്ളവരും ശരി, വയസ്സായുള്ള ആൾക്കാരായാലും ശരി, ഏത് പ്രായക്കാർക്കും കാണാൻ പറ്റും. ആനിമേഷനാണ് ഈ സിനിമ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കാണരുത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാനായിട്ട് തോന്നില്ല. എന്തൊരു കാറ്റഗറി അല്ലാത്തതിൽ പെടുത്താണ്ട് ഒരു കഥയുള്ള സിനിമയാവും എന്ന് വെച്ചിട്ട് ആ ഒരു ലെവലിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇഷ്ടമാവും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മസ്റ്റ് വാച്ചാണ്. പക്ഷെ മസ്റ്റ് വാച്ച് ഞാൻ പറയണില്ല ഈ സിനിമ. കാരണം ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. എനിക്കിത് ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. ഈ ഒരു സിനിമ ആയതുകൊണ്ട്, ആനിമേഷൻ ആയതുകൊണ്ടുള്ള ഒരു പേടി കൊണ്ട് പറയണതാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണാം. നിങ്ങളുടെ കുട്ടികൾക്ക് എന്തായാലും ഡൗൺലോഡ് ചെയ്തിട്ട് കാണിച്ചു കൊടുത്ത് കുട്ടികൾ അവിടെ ഇരുന്ന് കണ്ടോളും. 10ൽ പഠിക്കണവരായാലും കുഴപ്പമില്ലാണ്ടിരുന്ന് കാണാൻ പറ്റണം. അതിനപ്പുറത്തേക്കൊക്കെ മൈൻഡ് സെറ്റ് ഉള്ളവർക്കൊക്കെ കാണാൻ പറ്റുന്ന സിനിമയാണ്.
അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത്. എന്തായിരുന്നാലും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കും, എന്നിട്ട് അഭിപ്രായം പറയും. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരുടെ